റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. എറണാകുളത്ത് നിർണായക നീക്കവുമായി കോൺഗ്രസ്. NDA പ്രവേശത്തിൽ അതൃപ്തിയുള്ള 2020 ജനപ്രതിനിധികളെ കോൺഗ്രസിലെത്തിക്കാനാണ് നീക്കം. പുത്തൻകുരിശ് പഞ്ചായത്തിലും പുതുർക്ക പഞ്ചായത്തിലുമാണ് നിർണായക ചർച്ചകൾ നടക്കുന്നത്. സജോ ദേവസിയാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി സജോ, 2020 NDAയിലേക്ക് എത്തിയതേ ഉള്ളൂ, അപ്പോഴേക്കും അവിടെ പൊട്ടിത്തെറിയാണോ? ഒപ്പം പല നേതാക്കൾക്കും ഇതിൽ അതൃപ്തിയുണ്ട്, കോൺഗ്രസുമായി ചർച്ചകൾ നടത്തുമെന്ന് അറിയുന്നു. വിശദാംശങ്ങൾ എന്താണ്? വിനീത, NDAയുടെ വക ഒരു സർജിക്കൽ സ്ട്രൈക്ക്, പിന്നാലെ അതിന് കൗണ്ടർ സർജിക്കൽ സ്ട്രൈക്കിനുള്ള നീക്കമാണ് എറണാകുളത്തെ കോൺഗ്രസ് നേതൃത്വം സജീവമായി നടത്തുന്നത്. എന്താണ് പ്രധാനപ്പെട്ട കാര്യം? എറണാകുളം ജില്ലയുടെ ഒരു മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ശക്തി 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിൽ പുത്തൻകുരിശ് പഞ്ചായത്ത് മാത്രം എടുക്കുകയാണെങ്കിൽ, വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത് മാത്രം എടുക്കുകയാണെങ്കിൽ അവിടെ അധികാരത്തിലെത്താൻ 2020യുടെ പിന്തുണ UDF സ്വീകരിച്ചിരുന്നു എന്നൊരു രാഷ്ട്രീയ സാഹചര്യം അവിടെയുണ്ട്. അത് നേരത്തെ CPM അടക്കം ഒരു പ്രധാനപ്പെട്ട വിമർശനമായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു എന്നത് കാണേണ്ടതാണ്. അവിടെ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യമായി നേരിടേണ്ടി വരും എന്നതിനെ സംബന്ധിച്ച് നല്ല വ്യക്തത കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ട്. എന്താണ് പ്രധാനമായ കാര്യം? എറണാകുളത്തെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പ്രധാനമായി നടത്തുന്ന നീക്കം ഈ 2020 ജനപ്രതിനിധികളെ കോൺഗ്രസിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. ഇപ്പോൾ ഒരു ഉചിതമായ നിലപാട് അവർക്ക് വിശദീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമാണ്. കാരണം സ്വതന്ത്ര നിലപാടെന്ന് ആവർത്തിച്ച് സൂചിപ്പിച്ചിരുന്ന സാബു M. ജേക്കബ് ഒടുവിൽ NDA കൂടാരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പ്രധാന മൈനോറിറ്റി വോട്ട് ബാങ്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ട് ബാങ്ക് ആണ് ആ മേഖലയിൽ, അതായത് കിഴക്കമ്പലത്തും പരിസര പ്രദേശങ്ങളിലും പുത്തൻകുരിശ് അടക്കമുള്ള മേഖലകളിലും 2020യെ പിന്തുണച്ചത് മുസ്ലിം വോട്ടുകളുമുണ്ട്. അങ്ങനെ മൈനോറിറ്റി വോട്ടിലെ നല്ലൊരു പങ്ക് 2020 സ്വീകരിച്ചിരുന്നു. ആ വോട്ട് ബാങ്കുകളെ ഇളക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഇപ്പോൾ കോൺഗ്രസ് വെച്ചു പുലർത്തുന്നു. അതിന്റെ ഭാഗമായാണ് പുത്തൻകുരിശ് പഞ്ചായത്തിൽ ഇങ്ങനൊരു നിർണായക നീക്കം ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. പൂതൃക്കയിലും സമാനമായ രൂപത്തിൽ 2020 ജനപ്രതിനിധികളെ, അതായത് ഈ NDAയിൽ ഘടകകക്ഷിയായി ചേരുന്ന തീരുമാനത്തിൽ അതൃപ്തിയുള്ള ആളുകൾ സ്വാഭാവികമായും 2020യിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ അതൃപ്തരെ കൂടെ ചേർക്കുക എന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പുത്തൻകുരിശ് പഞ്ചായത്തിലെ ഈ സഖ്യം ഒരർത്ഥത്തിൽ അതൊരു സഖ്യമാണ്, പിന്തുണയോടുകൂടിയാണ് അവിടെ ഭരിക്കുന്നത് എന്നൊരു സാഹചര്യമുണ്ട്. അത് വിശദീകരിക്കേണ്ടി വരും. സ്വാഭാവികമായും LDF അടക്കം ആയുധമാക്കാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് മുന്നോടിയായി തന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയ വിമർശനം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വളരെ വേഗത്തിലൊരു നീക്കത്തിലേക്ക് പോകുന്നു. അങ്ങനെ അതൃപ്തിയുള്ള, ഈ തീരുമാനത്തിൽ അതൃപ്തിയുള്ള അവരുടെ ജനപ്രതിനിധികളെ UDF ക്യാമ്പിലേക്ക് എത്തിക്കുക, അതുവഴി ഒരു പ്രത്യാക്രമണം കൂടി നടത്തുക. ഒപ്പം ഈ രാഷ്ട്രീയ ചോദ്യത്തിന് ഇതൊരു മറുപടിയാകുമെന്ന പ്രതീക്ഷ കൂടി അവർക്കുണ്ട്. നിർണായകമായ കൂടിയാലോചനകളും ആശയവിനിമയവും ഇതിനകം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ശരി, അങ്ങനെയെങ്കിൽ 2020 പിളർപ്പിലേക്ക് പോകുമോ എന്ന് കൂടി നമുക്ക് കാത്തിരുന്ന് കാണാം. സജോ ദേവസ്യ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ 2020യുടെ ജനപ്രതിനിധികളുമായി കോൺഗ്രസ് ചർച്ചകൾ നടത്തുകയാണ്. അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ്. ഏതായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ NDAയുടെ ഒരു നിർണായക നീക്കം തന്നെയാണ് ഈ 2020 NDAയിൽ എത്തിച്ചതെന്നത് തർക്കമില്ല. നാളെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക. BJPയുടെ വികസന കേരളം എന്ന ലക്ഷ്യത്തിന് ശക്തി പകരുമെന്നാണ് സാബു M. ജേക്കബ് പ്രതികരിച്ചത്. കേരളം വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുന്നുവെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. 2020 ഉന്മൂലനം ചെയ്യാൻ LDF, UDF, SDPI, വെൽഫെയർ പാർട്ടികൾ ചേർന്ന് ഒരു മുന്നണി ഉണ്ടാക്കി എന്ന് കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചത്. അതേസമയം സാബു M. ജേക്കബ് അണികളെ വഞ്ചിച്ചുവെന്ന് ഇടത് MLA PV ശ്രീനിജൻ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. ഞങ്ങൾക്ക് എല്ലാ ആളുകളുമായിട്ട് കൂടിച്ചേരാൻ സാധിക്കില്ല. അപ്പോൾ ആശയപരമായിട്ട് ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കണം. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാടുകളിൽ ഒരുപോലെ നിൽക്കാൻ പറ്റുന്ന ആളുകളായിരിക്കണം. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സഖ്യകക്ഷി ആയിട്ട് ഒരു മൂലയ്ക്ക് ഇരുന്ന് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു വികസനം കേരളത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് 6-8 മാസമായിട്ട് പറയുന്നത് നരേന്ദ്രമോദിജി പഠിപ്പിച്ച വികസന രാഷ്ട്രീയം. അതിൻ്റെ പിന്തുണ ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്, രാഷ്ട്രീയക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടീസിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതാണ് നിങ്ങൾ ഇന്ന് കണ്ടത്. വരുമല്ലോ, അത് കറക്റ്റ് അല്ല. എത്രയോ ആൾക്കാർ വരും, സാധാരണക്കാരും വരും, വോട്ടേഴ്സും വരും, പൊളിറ്റിക്കൽ രാഷ്ട്രീയക്കാരും വരും, പാർട്ടീസും വരണം. ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും എല്ലാം പറഞ്ഞിരുന്നൊരു കാര്യമാണ് 2020 പാർട്ടി BJPയുടെ B ടീമായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ടെന്ന്. സാബു ജേക്കബിൻ്റെ ബിസിനസ് അമേരിക്ക അടക്കമുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് നേരിട്ട തിരിച്ചടികൾക്ക് ഭാഗമായിട്ട് ഇനി അദ്ദേഹത്തിന് ബിസിനസ്സുമായി ഇന്ത്യയിൽ നിലനിൽക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും സഹായം ആവശ്യമാണ്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ നിലപാടായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല. സാബു ജേക്കബിൻ്റെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ഏറ്റ
തിരിച്ചടികൾക്ക് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി BJPയുമായിട്ടൊരു ചങ്ങാതത്വത്തിൽ അദ്ദേഹം ഇപ്പോൾ ഏർപ്പെട്ടിരിക്കും. ഈ അണികളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ കച്ചവട താല്പര്യത്തിന് വേണ്ടി മാത്രം 2020 ഒറ്റ കൊടുത്തിരിക്കുകയാണെന്നാണ്